അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ പാർട്ട് 9ലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 8 ക്ലാസ്സുകളിൽ നമ്മൾ അത്യാവശ്യം ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നും നമ്മുടെ ബേസിക് സെക്ഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഒരു ട്രേഡർ എന്നുള്ളതാണ് അല്ലേ. എല്ലാവരും ട്രേഡർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്പിൽ ട്രേഡേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ എന്താണ് ട്രേഡർ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെഫിനിഷൻ വായിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ് ട്രേഡർ അല്ലെ? എ ട്രേഡർ ഈസ് എ പേഴ്സൺ who spots an opportunity and initiate the trade with an expectation of profitability, exiting the trade at the earliest given opportunity അല്ലെ. അപ്പോൾ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം കാണുകയും ആ ഒരു അവസരത്തിൽ അപ്പോൾ തന്നെ ആ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ തന്നെ ഒന്നെങ്കിൽ വാങ്ങിക്കലായിരിക്കാം അല്ലെങ്കിൽ വിൽക്കലായിരിക്കാം അല്ലെ. അപ്പോൾ തന്നെ ആ ഒരു ട്രേഡർ ഈസ് എ പേഴ്സൺ ഹു സ്പോട്സ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കണ്ടാൽ ഉടനെ തന്നെ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുകയും അല്ലെ, ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുകയും എത്രയും വേഗം തന്നെ ആ ഒരു ട്രേഡിൽ നിന്ന് റിലീസ് ചെയ്യുകയും അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇതിനെയാണ് ഒരു ട്രേഡർ എന്ന് പറയുക. ഓൾസോ എ ട്രേഡർ യൂഷ്വലി ഹാസ് എ ഷോർട്ട് ടേം വ്യൂ ഓഫ് മാർക്കറ്റ്സ് അല്ലെ. എപ്പോഴും ട്രേഡർക്ക് ഒരു ഷോർട്ട് ടൈം ആണ്, ലോങ് ടൈമിലേക്കൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല അല്ലെ. ചെറിയൊരു ടൈം പീരീഡിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എ ട്രേഡർ ഈസ് അലേർട്ട് ആൻഡ് ഓൺ ദെയർ ടോസ് ഡ്യൂറിംഗ് ദ മാർക്കറ്റ് അവേഴ്സ്, കോൺസ്റ്റന്റ്ലി ഇവാലുവേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. മാർക്കറ്റ് 9:15 മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ എപ്പോഴും അദ്ദേഹം ഈ ഒരു മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഓപ്പർച്യൂണിറ്റീസിനായിട്ട് അല്ലെങ്കിൽ അവസരങ്ങൾക്കായിട്ട്. അപ്പോൾ 3 ടൈപ്പ് ട്രേഡേഴ്സ് ആണ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഡേ ട്രേഡർ അല്ലെ. അപ്പൊ എന്താണ് ഡേ ട്രേഡർ എന്നുള്ളത് നോക്കാം. A day trader initiates and closes the position during the day അല്ലെ. ഇപ്പോൾ 9:15 മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അല്ലെ. അദ്ദേഹം 9:30 ഒരു പൊസിഷൻ എടുക്കുവാണ്. എക്സാമ്പിൾ ഒരു ബൈ എടുക്കുവാണ്, ഒരു ബൈ ഓർഡർ എടുക്കുവാണ്. എക്സാമ്പിൾ ഒരു സൊമാറ്റോയുടെ 50 സ്റ്റോക്കിന്റെ ബൈ ഓർഡർ എടുക്കുവാണ്. അദ്ദേഹം എന്ത് ചെയ്തിരിക്കും? മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന എത്ര മണിക്കാണ്? 3:30 അല്ലെ. 3:30 മുന്നേ അദ്ദേഹത്തിന്റെ പൊസിഷൻ ക്ലോസ് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു ട്രേഡറെയാണ് ഡേ ട്രേഡർ എന്ന് പറയുക അല്ലെ. അദ്ദേഹം ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല അല്ലെ. മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അദ്ദേഹം പൊസിഷൻ ഓൾറെഡി എക്സിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസിംഗ് ടൈമിന് എക്സിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളെയാണ് ഡേ ട്രേഡർ എന്ന് പറയുക. എ ഡേ ട്രേഡർ ഇനിഷ്യേറ്റ്സ് ആൻഡ് ക്ലോസസ് ദ പൊസിഷൻ ഡ്യൂറിംഗ് ദ ഡേ. ആ ദിവസം തന്നെ അദ്ദേഹം പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും അല്ലെ. അപ്പോൾ ഹി ഡസ് നോട്ട് ക്യാരി ഫോർവേഡ് ട്രേഡിംഗ് പൊസിഷൻസ് ഓവർ നൈറ്റ് അല്ലെ. രാത്രി ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും അദ്ദേഹം ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല. എ ഡേ ട്രേഡർ ഈസ് റിസ്ക് അവേഴ്സ് ആൻഡ് ഡസ് നോട്ട് ലൈക്ക് ടേക്കിംഗ് ആൻ ഓവർനൈറ്റ് റിസ്ക് അല്ലെ. ഓവർനൈറ്റ് റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാളാണ് ഡേ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ നോക്കാം. And buy the shares of TCS at 2212 at 9:15 AM. 9:15 ആയപ്പോൾ 2212 രൂപയ്ക്ക് TCSന്റെ 100 ഷെയർ ഒരു വ്യക്തി വാങ്ങിക്കുവാണെന്ന് കരുതുക. അദ്ദേഹം എന്ത് ചെയ്തു? അത് 3:20 വിറ്റു അല്ലെ. 3:20 വിറ്റു, 2220 രൂപയ്ക്ക് വിറ്റു, മേക്കിംഗ് എ പ്രോഫിറ്റ് ഓഫ് 800 റുപ്പീസ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡേ ട്രേഡർ ചെയ്യുന്നത്. അദ്ദേഹം ഓവർനൈറ്റ് ആയിട്ട് പൊസിഷൻസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല. അന്നത്തെ ദിവസം തന്നെ പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഡേ ട്രേഡർ എന്ന് പറയുക അല്ലെ. ഒരു ഡേ ട്രേഡർ യൂഷ്വലി ട്രേഡ്സ് 5 to 6 സ്റ്റോക്സ് പെർ ഡേ അല്ലെ. ഒരു 5 മുതൽ 6 സ്റ്റോക്ക് വരെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാം ഡേ ട്രേഡർക്ക് മിനിമം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡേ ട്രേഡർ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് സ്കാൽപ്പർ ആണ്. സ്കാൽപ്പർ. അപ്പൊ എന്താണ് സ്കാൽപ്പർ?
ഇപ്പൊ സ്കാൽപ്പർ ഈസ് എ ടൈപ്പ് ഓഫ് ഡേ ട്രേഡർ. ഒരു ഡേ ട്രേഡർ ആണ് സ്കാൽപ്പറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ട്രേഡർ തന്നെയാണ്. ഡേ ട്രേഡർ മീൻസ് ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല. എ സ്കാൽപ്പർ യൂഷ്വലി ട്രേഡ്സ് വെരി ലാർജ് ഷെയർസ് ആൻഡ് ഹോൾഡ്സ് ദ സ്റ്റോക്ക് ഫോർ ലെസ് ടൈം, അല്ലെ. വലിയ വലിയ ഷെയറുകളാണ് അദ്ദേഹം ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ചെറിയ ടൈമിലത്തേക്ക് മാത്രമേ ചെയ്യുള്ളൂ. ചെറിയ ടൈം, അതായത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്കാൽപ്പർ എന്താണ്, 10,000 ഷെയറുകൾ വാങ്ങിച്ചു, അല്ലെ. 10,000 ഷെയർ, TCSന്റെ 10,000 ഷെയറുകൾ 2,212 രൂപയ്ക്ക് 9.4 വാങ്ങിച്ചു, അല്ലെ. 9.15 വാങ്ങിച്ചു. അതെന്താണ്, 9.16 അല്ലെ, ഒരു മിനിറ്റിൽ കൊണ്ട് വിറ്റു അദ്ദേഹം, അല്ലെ. 9.15 വാങ്ങിച്ചിട്ട് 9.16 2,212.1 രൂപ ആണ് ലാഭം കിട്ടിയിട്ടുള്ളത്, അല്ലെ. ഇതിന് വിറ്റു, മേക്കിംഗ് എ പ്രോഫിറ്റ് ഓഫ് 1,000 പ്രോഫിറ്റ്, അല്ലെ. 1,000 ആണ് റുപ്പീസ് പ്രോഫിറ്റ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഓൺ എ ഗിവൺ ഡേ ദ സ്കാൽപ്പർ ട്രേഡ്സ് മൾട്ടിപ്പിൾ ടൈംസ്, അല്ലെ. മൾട്ടിപ്പിൾ ടൈംസ് ട്രേഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്കാൽപ്പർ ഈസ് ഹൈലി റിസ്ക് അവേഴ്സ്, അല്ലെ. റിസ്ക് അവേഴ്സ് ആണ് സ്കാൽപ്പറും. പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യാറില്ല. ഡേ ട്രേഡർ ആയതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാറില്ല. അടുത്തത് സ്വിംഗ് ട്രേഡർ ആണ്. അപ്പൊ എന്താണ് സ്വിംഗ് ട്രേഡർ? എ സ്വിംഗ് ട്രേഡർ ഹോൾഡ്സ് ഓൺ ടു ദ ട്രേഡ് ഫോർ എ സ്ലൈറ്റ് ലോങ്ങർ, അല്ലെ. അപ്പൊ ഡേ ട്രേഡറും സ്കാൽപ്പറും ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും എടുക്കാറില്ല. പക്ഷെ സ്വിംഗ് ട്രേഡർ എന്താണ്, അദ്ദേഹത്തിന്റെ പൊസിഷൻ കുറച്ച് കൂടുതൽ നേരം എടുക്കും, അല്ലെ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഡ്യൂറേഷൻ ക്യാൻ റൺ എനിവെയർ ബിറ്റ്വീൻ ഫ്യൂ ഡേയ്സ് ടു വീക്സ്, അല്ലെ. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ട്രേഡർ ആണ് സ്വിംഗ് ട്രേഡർ. ഫോർ എക്സാമ്പിൾ, ബൈ 100 ഷെയർസ് ഓഫ് TCS അറ്റ് 2212, അല്ലെ. TCSന്റെ 100 ഷെയറുകൾ 2,212 രൂപയ്ക്ക് വാങ്ങിച്ചു. ജൂൺ 12 തീയതി വാങ്ങിച്ചു. അതുപോലെ തന്നെ ജൂൺ 19 വിറ്റു. അപ്പൊ ഏകദേശം 4 ദിവസം അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ടുണ്ട് അവിടെ, അല്ലെ. അപ്പോ ഇങ്ങനെയാണ് സ്വിംഗ് ട്രേഡർ ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡർ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യും. സ്കാൽപ്പർ പെട്ടെന്നുള്ള ട്രേഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഡേ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 മുന്നേ എന്തായാലും പൊസിഷൻസ് ക്ലോസ് ചെയ്തിരിക്കും, അല്ലെ.